ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോ ഇന്ന് നമ്മൾ എല്ലാരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വീഡിയോയിൽ എല്ലാരും പാട് ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം ഒന്നുകിൽ ഞാൻ ഫോൺ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ചക്കര ഫോൺ ഹാൻഡിൽ ചെയ്യും. അങ്ങനെ ആരെങ്കിലൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. കാണത്തില്ല. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണേ. അതാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. പകലാണെങ്കിൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നത് കൊണ്ട് വീഡിയോയിൽ എല്ലാവരും പാടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ അലാന മോൾ ഇരുന്നത് വലിയൊരു ബോക്സിന്റെ, അതാ മൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബോക്സിന്റെ മുകളിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബാ എന്റെ അടുത്ത് വരണം. മൈക്കില് ഈ ഇരിക്കുന്ന മൈക്ക് കണ്ടോ, അതാ റിമോട്ട് ഈ ഇരിക്കുന്ന മൈക്ക് അവൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമാണ്. ഒരേ പിടിവാശിയാണ് ഗൈസ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ ബർത്ത്ഡേ വരികയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ 26-ാം തീയതിയാണ് നമ്മുടെ കുഞ്ഞു സുന്ദരീന്റെ ബർത്ത്ഡേ വന്നിട്ട്. അപ്പൊ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് കുട്ടീന്റെ പപ്പാന്റെ വക ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ ചക്കരെ? കുട്ടീന്റെ പപ്പ ലനമോൾക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു സമ്മാനം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ സമ്മാനം എന്താണ് നമ്മൾ സർപ്രൈസോ സസ്പെൻസ് ആയിട്ടൊന്നും വെക്കണില്ല. നിങ്ങൾക്ക് ഈ ബോക്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. അപ്പോൾ സമ്മാനം അതെടുക്കരുത്. സമ്മാനം ചെറുതോ വലുതോ എന്തോ എന്നുള്ളതിലല്ല കാര്യം. എന്താ വേണ്ടത്? എന്താ വേണ്ടത്? മൈക്ക് ഇതാ, റിമോട്ട് വെച്ചോ നോക്ക്. മച്ചി പേന തരും. അത് സ്ക്രീനിന്റെ മുന്നേ കണ്ടില്ലേ? സ്ക്രീനിന്റെ മുന്നേ നിങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും അല്ല, ഇവിടെ എപ്പോഴും നടക്കുന്ന കാര്യം ഇതാണ് ഗൈസ്. അപ്പൊ എന്തായാലും സമ്മാനം ചെറുതോ വലുതോ ഒന്നല്ലുള്ള കാര്യം. അപ്പൊ വാപ്പ കുറെ ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞു മോൾക്ക് ഇതേപോലത്തെ ഒരു ചെയർ വാങ്ങണമെന്ന്. ഈ ഒരു ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാനൊക്കെ സമയത്ത് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കുട്ടീനെ ഇരുത്താൻ പറ്റും. അല്ലാതെ ഇങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും കുട്ടീനെ ഇരുത്താൻ പറ്റുന്ന ഭാഗത്തുള്ള ഒരു ചെയറാണ്. അപ്പൊ ഇതെന്ത് ചെയ്തു, ഇത് വാപ്പ ഓൺലൈനിൽ നിന്നും കൊടുത്തല്ല, വാപ്പന്ന് കടയ്ക്കൽ പോയപ്പോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊടുന്ന സാധനമാണ്. ഇത് കണ്ടു എന്താ സാധനം എന്ന്? ഇതിൽ ഏതൊരു ബേബി ഇത്ര നേരം ഇവിടെ ഇതിനകത്തൊരു കുട്ടീന്റെ ചിത്രം നമ്മൾ പിടിച്ചോ. അപ്പൊ ഇവിടെ ഇതിനകത്തൊരു കുട്ടീന്റെ ചിത്രം ഉണ്ടേ, ഇതാണ്ടോ? ഇത് നോക്കിയിട്ട് അതിനോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇനിയിപ്പോ കയ്യിലെ കൊണ്ട് വരേ പടച്ച റബ്ബേ, ഇതൊക്കെ പഠിച്ചല്ലോ ഇത്. അതിനിപ്പോ അടച്ചതിനോട് അടുത്താണ്ടോ? അത് വലിച്ചു തുറക്കും. അത് അവൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അവൾക്ക് നടക്കണോ? എന്താണ് ഇതിൽ കയറിയിരുന്നോ? ഇതിന് മുകളിൽ കയറിയിരുന്നോ? നമുക്ക് പൊട്ടിക്കണ്ടേ സാധനം? എന്താണ് നോക്കണ്ടേ? അപ്പൊ വാങ്ങിയ ഗിഫ്റ്റ് നമുക്ക് പൊട്ടിക്കണ്ടേ? പൊന്നാ അവിടെ ഇരുന്നോ? പപ്പ നമ്മ ഗിഫ്റ്റ് പൊട്ടിക്കണ്ടേ നമുക്ക്? ഗിഫ്റ്റ് പൊട്ടിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഗിഫ്റ്റ് പൊട്ടിക്കാം. ഈ ഒരു ചെയർ പിന്നെ 2-3 ഷേപ്പില് ഉയർത്താൻ കഴിയണതാണ്. ഫോട്ടോയിൽ ചെറിയൊരു ചെയറാണ് നിങ്ങൾ കാണുന്ന സാധനം. പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വലുതാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ സാധനം പൊട്ടിച്ചാൽ നമുക്ക് പൊട്ടിക്കാൻ ചക്കരെ. ഓക്കെ, നമുക്ക് നേരെ സാധനം പൊട്ടിക്കാം. അങ്ങനെ നമ്മള് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഒരു കാര്യം ചെയ്തോ, ആ നൈഫ് എവിടെ? കത്തി അതാ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കത്തിയോണ്ട് അൺബോക്സ് ചെയ്യാം. ചക്കര അവളെ എടുത്ത് വെച്ചോ കയ്യില്. അങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. ഇത് പിടിച്ചോ, ഞാൻ തന്നെ പൊട്ടിക്കട്ടാ? പൊട്ടിക്കണേ. പൊട്ടിച്ചോളൂ. അപ്പൊ അങ്ങനെ അവിടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചോളൂ. അപ്പോൾ ഇതാണ് സാധനം. ഓരോന്നേരം എടുക്കട്ടോ. ഇതൊരു പീസാണ്. അല്ല ഇതും കൊള്ളാം. ഇത് കളറ് കൊള്ളാം. ഒന്ന് കിട്ടുമ്പോ അടുത്ത കളയാ. അല്ലാതെ ക്ലാസ് വെക്കാം. ഒന്ന് കിട്ടിയപ്പോ ഒന്ന് കളഞ്ഞു. ചിരിക്കണേണ്ട ലനമോളെ. എന്ത് കിട്ടിയത്? ഇത്ര സാധനമല്ലേ ഉള്ളൂ. എന്താപ്പാ? അതിന്റെ കാലാണ്. ആ കമ്പി അതിന്റെ കാലാണ്. അതിനകത്ത് തന്നെ ബുഷ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ബോക്സിന് വേറെ എന്തെങ്കിലും ഉണ്ടോ അമ്മ? വേറൊന്നുമില്ല അല്ലേ? ഈ സാധനം ഫിറ്റ് ചെയ്യണ്ടേ? ഫിറ്റ് ചെയ്യണം. ബോക്സിൽ ഇറക്കി ഇരുത്താനോ? അതിലിരിക്കും. ഓക്കെ. മറ്റേ കൊട്ടക്കറി ഇരുന്നില്ല. ഇന്നലെ നമ്മളെ മറ്റേ ആയിരിക്കണ തുണീന്റെ കൊട്ട ഉണ്ട്, അതിൽ കയറി ഇരുന്നോള്.
അപ്പൊ ഇതാണ് സാധനങ്ങൾ. ഇതാണ് സാധനങ്ങൾ. ഇനി ഇവിടെ കാല് ഇനി ആ കമ്പി സാധനങ്ങളെല്ലാം ഒക്കെ എടുക്കാനുള്ള പോക്കാണ്. അജു അജു കൂട്ടിലടച്ചോ എന്റെ കുട്ടിയെ. അജു അല്ലാ വികാസേ എവിടെ ചെക്കൻ്റെ കൊടു എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത്? പാപ്പക്ക് ഫിറ്റ് ചെയ്യാറിഞ്ഞൂടെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വാങ്ങിയ ഗിഫ്റ്റ് ഇപ്പൊ ഫിറ്റ് ചെയ്യണം. കാറ്റലോഗ് ഒന്നും വേണ്ടി വരില്ല. അപ്പൊ എന്താണെന്നറിയോ, ഈ കാലുള്ള ടൈപ്പ് ഏറ്റവും താഴെ പോവും. അതായത് കാലുള്ള എല്ലാ ബുഷുള്ള ടൈപ്പ് 4 കാല് അവിടെ ഇരുന്നു. അപ്പഴത്തേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്ത് 4 കാല് തന്നെ. ഓ എന്നിട്ട് ഈ സാധനം ഇത് കയറ്റും. വേണ്ട നിങ്ങൾ എന്നാ കാര്യമായിട്ട് ഫിറ്റ് ചെയ്യാം. ഞാൻ പഴയ ഫിറ്റിംഗാരനാണ്. അതെ. എടുത്തോ 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 എടുത്തോ. കൂടുതൽ ഫിറ്റിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിന് നല്ല കരച്ചിൽ ഇറങ്ങിയപ്പോ ചക്കര കുട്ടീനെ കൊണ്ട് ഉള്ളിൽ പോയി. അപ്പോ അതേ മാനത്തൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു. കിട്ടിയില്ലേ? അപ്പൊ ഐഡിയ കിട്ടിയില്ലേ? ഐഡിയ നോക്കട്ടെ. ഇതിന്റെ ഇത് കാലി ചോട്ടിരിക്കണതേ മുകളിൽ തന്നെ. അത് മുകളിലാണ്. അപ്പൊ ആ സ്ക്രൂ ഉള്ള എന്നിട്ട് ആ 2 ഭാഗം സ്ക്രൂ ഉള്ള മുന്നിലത്തെ 2 ഭാഗമില്ലേ, അത് ഫ്രണ്ടിൽ വരും. അവിടെയാണ് നമ്മൾ ആ ഒരു ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലം. ഓക്കെ. സ്ക്രൂ അകത്ത് എങ്ങനെ? അല്ലല്ല അവിടെയാണ് 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 അല്ലേ സ്ക്രൂ? തിരിച്ചാണോ? അപ്പൊ ആ സ്ക്രൂ താഴത്ത് ഇവിടെ വരണം അല്ലേ? അവിടെ വരണം അവിടെ വരണം ഇവിടെ വരണം. അതെ അതെ അതെ. സ്ക്രൂ അവിടെ വരണം. അതിലും അതേപോലെ തന്നെ. ഇനി ഓക്കെ. ഇനി വെച്ചോ. ഓക്കെ. ഇതാണ് ഫ്രണ്ട്. ഈ സ്ക്രൂ ഉള്ളതാണ് ഫ്രണ്ട് അല്ലേ? റെഡി ആയില്ലേ? തിരിച്ചോ. അവിടെ പപ്പായും മമ്മായും കൂടി ചേർന്നിട്ട് ആയ പണിയില്ല നോക്കുന്നുണ്ടേ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ആ കാല് ഊരിയിട്ടേമ്മാ സ്ക്രൂ മുന്നിൽ വരുന്ന രീതിക്ക് തിരിച്ചാലും മതി. അവിടെയാണ് നമ്മൾ ആ ഒരു ഫുഡ് റെസ്റ്റ് വരുന്ന ഒരു ഏരിയ അവിടെയാണ്. ഓക്കെ. സാധനം അല്ല ഇതിപ്പോ രസം എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളിവിടെ ഉള്ള കുട്ടീന്റെ മാറ്റും അറിയാമോ? കാല് വെക്കാൻ ശരിയായില്ല. ഞാൻ കയറാറുണ്ട്. ഏതാണ്? ഈ സൈഡ് കയറാറുണ്ട്. ഈ സൈഡ് കയറാറുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറാറുണ്ട്. എന്താ ഒരു കാല് വലുത് ഒരു കാല് ചെറുതാ. സംഭവം എന്താ അറിയാമോ? ഫ്രണ്ട് ബാക്ക് മാറാറുണ്ട്. പൊക്കം കൂടുതൽ പൊക്കം കുറവാണ്. ഇപ്പൊ ഫ്രണ്ട് ഏതാണ്? ഫ്രണ്ട് അത് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അത് ആ ബാക്കിലത്തെ കാലുണ്ടോ? അല്ല ബാക്കിലത്തെ കാലുണ്ടോ? അതാണ് ഫ്രണ്ടിൽ ഒരാളുള്ളത്. ഫിറ്റ് ചെയ്ത് വന്നപ്പോ ഇല്ല ഇപ്പൊ ഉണ്ടായില്ലേ? ഇല്ല അത് അന്തരീക്ഷത്ത് നിൽക്കണം ആ കാല്. അല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആ ബാക്കിലത്തെ കാലിന്റെ ഭാഗമാണ് മുന്നിൽ വരാനുള്ളത്. അതിനകത്ത് ഒരെണ്ണം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മള് കാലെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് സംഭവം ഒരു സൈഡിലെ കാല് മാത്രം കുറച്ച് അധികം കയറാണ്ടായിരുന്നു. അപ്പൊ അതാണ് ആ ഒരു പിന്നെ ഏറ്റക്കുറച്ചിൽ വന്നത്. അപ്പൊ ആ ഒരു സൈഡ് കാലൂടെ ടൈറ്റ് ചെയ്തപ്പോ റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഇനി കുട്ടിക്ക് കാല് വയ്ക്കാനുള്ള ഫുഡ് റെസ്റ്റ് വെക്കാണ് കേട്ടോ. അപ്പൊ ഫുഡ് റെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഹോളിൽ വിടാം, ഇവിടെ അലാനയുടെ പൊക്കത്തിന് ഈ പൊക്കം ഇരിക്കട്ടെ, പിന്നെ വേണമെങ്കിൽ മാറ്റാം. അല്ല ഈ കാലം ഒന്നുകൂടെ തിരിയാണ്ടേ? ഈ കാലം തിരിക്കാം. ഓക്കെ ഓക്കെ. നെട്ടിട്ടോ എന്റെ അതിനായിട്ടൂടെ ഉണ്ട്. അതാ ഊരി പോയി അല്ലേ? വാഷറിട്ടിട്ടേ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്പാനർ ടൈറ്റ് കൊടുക്കാം.
ഓക്കെ. അതിനകത്ത് അത് ആദ്യം വാഷർ ആ ചക്രം ആദ്യം ഇടുക, എന്നിട്ട് മറ്റേ ഇട്ടോളി. സ്പാനർ ടൈറ്റ് ചെയ്യാം. ഇട്ടാ ആയില്ലേ? ഓക്കെ. ഇനി ഒരു സാധനം ഉണ്ട്. ഇത് അലാന ഈ പൊക്കത്തിന് കാല് വെക്കാനാണ് നമ്മൾ എന്ത് വെച്ചത്? ഇരുത്തിയിട്ട് എന്ത് ചെയ്യാം, കാല് വെക്കാം. ഇനിയുള്ളത് ഇനിയുള്ള ഈ സാധനം, ഒരു സാധനം ഇതെങ്ങനെയൊക്കെ ഉണ്ട്, നെല്ലി വെച്ചിരിക്കണം. അതിനകത്തൊരു ലോക്ക് ഉണ്ട്, നെല്ലി വെച്ചിരിക്കണം. എന്താണ് ഈ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് അതിന്റെ ഉള്ളിൽ വീഴണം. സംഭവം അവിടെ ഒരു ലോക്ക് ഉണ്ട്, ലോക്ക് അതിന്റെ ഉള്ളിൽ വീഴണം. ഓക്കെ. അപ്പോ നമ്മളങ്ങനെ ടോപ്പിലത്തെ ആ ഒരു പോർഷനും വെച്ച് കഴിഞ്ഞു. ഇനി നമ്മള് കുട്ടീനെ ഇരുത്തിയാലും കുട്ടി വീഴോന്ന് പേടിക്കണ്ട. അല്ലേ, ഇവിടെ ഉള്ളില് ഒരു ക്രോസ് കമ്പി, ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് പറഞ്ഞുകൊണ്ട് പുറത്തുപ്പുറത്ത് കൂടി കാലിട്ട് ഇവിടെ ചവിട്ടി ഇരിക്കത്തേ ഉള്ളൂ, വീഴൂലല്ലേ അമ്മ? ആ ഇതെന്താണെന്നറിയോ, ഇത് ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് ആണ്. ഇതില് വല്ലതും വീണാൽ എടുത്ത് കഴുകി ഉപയോഗിക്കണം. അതെ, അതായത് ഇതിൽ വെച്ച് ഭക്ഷണം കൊടുക്കാം നമുക്ക്. കണ്ടോ, ഫൈബർ പീസാണ്. അതേപോലെ ഗ്ലാസും വെള്ളം ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ട്, അതിൽ വെക്കുകയും ചെയ്യാം. അപ്പൊ ഇനി വാപ്പതാ ഒരു സാധനം ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്ക്രൂകൾ കണ്ടോ, ഇതും അതേപോലെ തന്നെ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചെറിയ സ്പാൻ കിട്ടും. അതാണ് മോള് കാലെടുത്ത് കൊടുക്കളെ. ചെപ്പോട്ടെ അപ്പൊ ബർത്ത്ഡേ വിളിക്കണം മക്കളെ, ബർത്ത്ഡേ കയറണം കേട്ടാ. ബർത്ത്ഡേ കയറണേ. ഇതോടെ വെച്ചോളി, ബ്രഷൊക്കെ ഇവിടെ വിട്ട് വെച്ചോളി, പല്ല് കഴിക്കാനുള്ളത് എല്ലാം ഇവിടെ ഇരിക്കാല്ലേ. ആ കാല് അടിപൊളി. ഇങ്ങനെയുണ്ട് ഉപ്പ, എങ്ങനെയുണ്ട് ഉപ്പൊക്കെ താങ്ക് യു പറയും. ആ സ്റ്റെപ്പ് മുകളിൽ വെച്ചത് കാര്യം കേട്ടാ. താങ്ക് യു പറയും. അപ്പാക്ക് ഷേക്കാൻ്റെ ആപ്പാപ്പാരെ സമ്മാനമാണ് കേട്ടാ. ഇനി ഇല്ല എപ്പോഴൊന്നും, ഞാൻ അടുത്ത ബർത്ത്ഡേക്കേ ഉള്ളു കേട്ടാ. ഉപ്പാക്ക് ഷേക്കാൻ്റെ കൊടുക്ക്, ഞാൻ അടുത്ത ബർത്ത്ഡേക്ക്. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. ചെപ്പോട്ടെ കൈകൊട്ടി കൊടുക്ക്, കൈകൊട്ടി ബ്രഷ് ഇരിക്കുന്നു, കൈകൊട്ട കയ്യിൽ ബ്രഷ് ഇരിക്കുന്നു. ഇനി അടുത്ത ബർത്ത്ഡേക്ക് ചോദിക്കാൻ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നാ മതി. ഇനി നമ്മള് വേറെ സാധനം മേടിക്കാൻ വലിയ എന്റെ അടുത്തേക്ക് വരണ്ട, അവിടെ ഇരുന്നാ മതി. ആ അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് ദേഷ്യം മാറാ, ടോയ്സ് എടുത്തിട്ട് കൊടുക്കാന്ന് കാര്യം പറ്റുമ്പോ. അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് മൈക്ക് കണ്ടു ഗൈസ്, മൈക്ക് കണ്ടു. ആ പഴയതങ്ങ് എടുത്ത് കൊടുക്കാം. മക്കൊക്കെ മൈക്ക് വേണോ? മൈക്കിനല്ലേ പിടിക്കണത്. മൈക്ക് മൈക്ക് മോനെ അടിപൊളി. ഇനി എന്ത് ചെയ്യാ, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇവിടെ ഇരുന്ന് നമുക്ക് ഏത് സ്റ്റെപ്പോ ശരി അതെ. നാളെ മുതൽ എന്ത് ചെയ്യും, ഇനി ഫുഡ് കൊടുക്കാന് പിന്നെ ഒരു പരാതി വേണ്ടേ, ഇവിടെ ഇരുത്തുക, ചോറ് കൊടുക്കുക, പിന്നെ കുറുക്ക് കൊടുക്കുക, ഭക്ഷണം. അല്ല ഇതിപ്പോ എന്തവസ്ഥ, എല്ലാ സാധനങ്ങളും പുറത്തു ഇതേപോലെയാണ് ഗൈസ്. റമീസ് അന്ന് വാങ്ങിയ സൈക്കിളെ ഇതിന്റെ മുന്നില് ഇവിടെ കയറ്റിയിരുത്തും. അപ്പൊ ആ സൈക്കിൾ ഒന്ന് കാണിച്ചു കൊടുക്കും ചക്കരെ. ഈ സൈക്കിളിന്റെ ഇതിന്റെ മുന്നില് നോക്ക്, ഇതേപോലെ ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട്. ഈ ഒരു ബാസ്ക്കറ്റിൽ ഇതേപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വാരിയിട്ട് കൊടുക്കും. ഇവിടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കയറിയിരിക്കും, ഇങ്ങനെ എടുത്തെല്ലാം താഴ്ത്തേക്ക് ഇടും. പുള്ളിക്കാരുടെ പരിപാടി അതാണ്. ബർത്ത്ഡേ ആഘോഷിക്കും മുന്നേ തന്നെ എന്തായി, ബർത്ത്ഡേ ആഘോഷിക്കും മുന്നേ തന്നെ 2 സമ്മാനങ്ങളായിട്ടുണ്ട്. ഇനി സൈക്കിള് വേണം, ഇനി സൈക്കിള് വേണം. കൊച്ചാന്റെ ഗിഫ്റ്റ് സൈക്കിള്, വല്യപ്പാന്റെ ഗിഫ്റ്റ്, വാപ്പമാന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. വാപ്പമാന്റെ എന്താണ് അവിടുത്തെ സർപ്രൈസ് പറയില്ല, ബർത്ത്ഡേ പറഞ്ഞു കഴിഞ്ഞാല് സർപ്രൈസ് പറയില്ല. പല്ല് വെച്ചാണ് മക്കളോട് പല്ല് തേക്കാനാകുമ്പോ തേക്കും അല്ലേ. പിന്നെ ചെറിയ പ്രശ്നം അടിച്ചേട്ടാ മക്കൾക്ക് മുന്നേ അവിടെ ചവിട്ടി ഇരിയടേ, ഈ കാലാണ് ഇവിടെ ചവിട്ട്. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, വാപ്പാന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സമ്മാനം കൊണ്ടുവന്നു, അൺബോക്സ് ചെയ്തു, എല്ലാം ഫിറ്റ് ചെയ്തു, പിന്നെ ഇരുത്തി സെറ്റപ്പ് ആക്കി. അപ്പൊ ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ആൾക്കാര് പറയും വാപ്പാപ്പ ആദ്യത്തെ കുട്ടീന്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഇതാണ് ഗിഫ്റ്റ് എടുത്തെന്ന് ചോദിക്കും. ഇത് ഈ ഗിഫ്റ്റ്, അതായത് ഗിഫ്റ്റ് ഇപ്പൊ ഏതോ ആയിക്കോട്ടെ അല്ലേ, വലിപ്പം ചെറുപ്പമല്ല, വലിപ്പത്തിലോ ചെറുപ്പത്തിലോ തുകയിലോ നല്ല കാര്യം.
അതൊരു ചെറിയ പൊട്ടുസൂചി ആണെങ്കിലും നമ്മളെ സന്തോഷത്തിന് ആണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് വാങ്ങിക്കുന്നത് എന്താണ്, അത് അവർക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ്. അപ്പൊ അതൊന്ന് മാഷാഅല്ലാഹ് ഗിഫ്റ്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വെറുതെ 2 ദിവസം നമ്മള് മറ്റേ ഇത് മേടിക്കും. ഏതേ നമ്മള് ബൈക്ക് ഇതിനകത്തിട്ട് ഓടിക്കണേ, കറണ്ട് ചാർജ് ചെയ്യണേ. അപ്പൊ മേടിച്ച് തരും. ഇതിനകത്തിട്ട് ഓടിക്കണം കേട്ടാ. ഏത് പറഞ്ഞെങ്കിൽ പോകും നമ്മള്. എവിടെ ആരും പിടിച്ചോണ്ട് നടക്കണ്ട. രണ്ടാമത്തെ അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്ത ബർത്ത്ഡേക്ക് കേട്ടാ. എന്തൊക്കെ വാപ്പാ പറയണത്? അത് കഴിച്ചോ? അവസാനം കഴിച്ചോ? അതിപ്പോ എന്താണെന്നറിയോ, ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കും. അപ്പൊ തിരിഞ്ഞാക്കളെ തിരിയല്ലേ ഫുള്ളും തരാന്ന് പറയുമ്പോ തിരിഞ്ഞ മക്കളെ ഫുള്ള് തരാന്ന് അത് വായിൽ വെക്കയില്ല. ബാക്കിയുള്ള കിട്ടിയ വായിൽ വെക്കാൻ അറിയാം. കഴിക്കാനുള്ള കഴിക്കാനുള്ള സാധനം വേണ്ടെന്ന് പാപ്പ തിന്ന് കാണിച്ചു തരാം. തിരി വേണ്ട. അതെ അപ്പൊ തിന്നു നോക്കാം. ബിസ്മില്ലാ. കഴിച്ചു കൊടുക്കി മക്കളത് കഴിക്കാൻ നോക്കട്ടെ. തിന്നു ആ സാധനം കഴിക്കാൻ വേണ്ടി മൈക്കിലാണ് നോട്ടം. മൈക്ക് വേണം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് വേണം. എന്തായാലും നമ്മള് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുച്ചകരെ സമ്മാനം എങ്ങനെയുണ്ട്? അടിപൊളി സമ്മാനമാണ് അല്ലേ? നമ്മള് സമ്മാനം എങ്ങനെയുണ്ട്? ഓക്കെയാ? സൂപ്പറാ? താങ്ക് യു. താങ്ക് യു. ടാറ്റ പറ മക്കളെ. ടാറ്റ വിട്. ടാറ്റ പറ. ടാറ്റ വിടും. അബ്ജരെ കുട്ടി ടാറ്റ വിടും. സാധനാണ് ഈ കൈ തരി. ഷേക്കാൻ്റെ സാധനമല്ല, ഷേക്കാൻ്റെ അത് വാങ്ങിക്കൊണ്ട് പോകുന്നു വിചാരിച്ചിട്ടാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പുള്ളിക്കാരി കഴിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ മിണ്ടോ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ആള് കഴിക്കില്ല. എല്ലാവരുടെയും മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലാവണം. ശരിക്കും ഫോണിന്റെ ക്യാമറ മാത്രമേ അവളിലേക്ക് നോക്കുന്നുള്ളൂ. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ വേറെ സ്ഥലത്തോട്ട് നോക്കിയിരിക്കുകയാണ്. ചക്കര കണ്ടില്ലേ ഇവിടെ? ഇവിടെ ഉമ്മയെ കണ്ടില്ലേ? അപ്പൊ ആരും ശ്രദ്ധിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് പുള്ളിക്കാരി കഴിക്കും. അപ്പോഴേ നിർത്തും. കണ്ടോ? ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ, ശ്രദ്ധിക്കാതിരുന്ന അവിടെ കഴിക്കും. വാപ്പായാണ് നോക്കണത്. വേറെന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, കടിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് കസേര ഇരുന്നുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് അതിൽ കാണാനുണ്ട്. ആ ഒരു പ്ലേറ്റിലൊക്കെ എന്തൊക്കെയോ ചെയ്യാണ്. കണ്ടോ? അതാ അവിടെ ടാറ്റ എടുക്കണത് പാപ്പാന്റെ നേരെ നീട്ടുകയാണ്. പ്രാണിയല്ലത്. മയക്ക് ഞാൻ പുറകെ അത് കണ്ടില്ല. അത് കണ്ടപ്പോൾ വലിച്ചെടുക്കും. വർത്താനം പറഞ്ഞൊക്കെ പൈല് കേക്കാം. പൂച്ച വിളിക്കണ എങ്ങനെയാണ്? പൂച്ച വിളിക്കുന്ന എങ്ങനെ പൊന്നെ? കരിമ്പ് കടിച്ചു തിന്നണ പോലെയാണ് കടിച്ചു തിന്നുന്നത്. തിന്നു മക്കളെ അങ്ങ് കൊടുക്കും ചക്കരിക്കാം. ഇപ്പൊ നേരമില്ല. അതെ ഇപ്പൊ തിന്നണ തിരക്കിലാണ്. അതുകൊണ്ട് കുട്ടീനെ ആരും ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യരുതേ. അതെ,
ഞാൻ പഠിച്ചത് പഴം കൊടുത്തിട്ട്. പഴം കൊടുത്തു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാലൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ 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 ബൈ. ബാക്കി ബർത്ത്ഡേന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, കമന്റ് ഒക്കെ ഇട്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ആ ഒരു വിശേഷങ്ങൾ നമുക്ക് വലിയ വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.